ഈ പുതുവർഷ പുലരിയോട് അനുബന്ധിച്ച് ഈ 2026 കന്നിക്കൂറുകാരായ ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നതായ ചില അനുഭവ ഗുണഫലങ്ങളെക്കുറിച്ചും ജാഗ്രത പാലിക്കേണ്ടതായ ചില ദോഷവിധികളെക്കുറിച്ചുമാണ് ഇന്ന് പ്രവചിക്കുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ ഒരു ആവർത്തനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വിദേശയാത്രയ്ക്ക് തയ്യാറാകുന്നവർക്കൊരു ഭാഗ്യസിദ്ധി അനുഭവത്തിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞ് വരുന്നതായ അത്തം നക്ഷത്രം ദശാനാഥൻ ചന്ദ്രനാണ്. 15 ദിവസം പൂർണ്ണേന്ദ്രനായും 15 ദിവസം അമാവാസി ഇരുളടിച്ചതുപോലെയുമുള്ള പകുതിക്ക് പകുതി ദുരിതാനുഭവങ്ങളാണ്, നന്മകളാണ് അത്തം നക്ഷത്രക്കാരെ കൊണ്ട് ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു കാര്യപരിസ്ഥിതിക്കായി ഏറെ നേരം സമയം ചെലവഴിച്ച് കാത്തിരിക്കുന്ന ഒരു അനുഭവ വിശേഷമാണ്. എന്നാൽ അതിനേക്കാളുപരി ക്ഷിപ്രകോപതാപാദികളാൽ ശത്രുക്കളെ എടുത്തടിച്ച പോലുള്ള ഈ നക്ഷത്രക്കാരുടെ മറുപടി ശത്രുക്കളെ കൂടുതൽ വരുത്തി വയ്ക്കാറുണ്ട്. എന്നാൽ ഇവരുടെ ഒരു ഗുണമെന്ന് പറയുന്നത് താൻ പിടിക്കുന്നിടം ജയിക്കണം എന്നുള്ള രീതിയിലുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി അവർ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു അത് ഉന്നതിയിൽ എത്തിച്ച് ഇവർ വിശ്രമിക്കുള്ളൂ എന്നുള്ള ഒരു നല്ല ഗുണമുണ്ട്. സുഭിക്ഷമായ ഭക്ഷണമാണ് ഇവർക്കുള്ള അനുഭവ ഗുണമെന്ന്. തന്നെയുമല്ല, കൂടുതൽ നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ഇവർക്ക് ഉപകാരപ്പെടുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ഭവിക്കുക. അതുകൊണ്ട് ഇവർ നല്ല രീതിയിലുള്ള വ്യക്തികളെ അറിഞ്ഞും അനുഭവിച്ചും മാത്രമേ സമീപിക്കൂ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇവരുടെ സ്വഭാവ രീതിയിൽ എടുത്തു പറയാനുണ്ട്. അടുത്തത് ചിത്ത നക്ഷത്രക്കാരാണ്. അസുര നക്ഷത്രമാണ്. ആൾപ്പുലിയാണ് മൃഗമെന്ന് പറയുന്നത്. അപ്പോൾ മൃഗഭാവം കൊണ്ട് തന്നെ അറിയാമല്ലോ, ക്ഷിപ്രകോപാദി താപദുരിത ശൈലിയാണ് ഇവർ മുഖ്യമായിട്ടുള്ളത്. ഇവർക്ക് ചിരിയുടെ ഒരവസ്ഥ വളരെ കുറഞ്ഞു, ഗൗരവകരമായൊരു മുഖത്തിൻ്റെ ഉടമകളാണ്. അതുപോലെ ചിത്തിര അത്തറ തോണ്ടും എന്നൊരു പഴമയുടെ പ്രമാണമുണ്ട്. അപ്പോൾ 4 ഭവനങ്ങൾ മാറി സഞ്ചരിക്കുന്ന ഒരു യോഗമാണ് ചിത്തിര നക്ഷത്രക്കാർക്കുള്ളത്. എല്ലാവിധ നന്മകളും കുടുംബത്തിൻ്റെ കെട്ടുറപ്പും ഐശ്വര്യമായി ഭവിക്കണമെന്ന് ചിന്തിക്കുന്ന ഈ നാമനക്ഷത്രക്കാർക്ക് എപ്പോഴും തൻ്റെ ശാഠ്യം മുഖാന്തരം, തൻ്റെ നിർബന്ധ സഭാ മുഖാന്തരം സഹോദരങ്ങളോ മാതാപിതാക്കളോ സന്താനങ്ങളോ പിണങ്ങി അകന്നു പോകാത്ത ഒരു അനുഭവം ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥാ നക്ഷത്രമാണ് ഇത്. എന്നാൽ ദേവപൂജകൾക്കും അതുപോലെ നിർമ്മാണ വിധികൾക്കും അതുപോലെ തന്നെ പശുപാലനം, തൊഴിൽ വരുമാന മാർഗങ്ങൾക്കും ഉത്തമ നക്ഷത്രമാണ്. അത് പരിശ്രമിച്ച് വിജയിപ്പിക്കുന്നവരും ആയിരിക്കും. ഒരു ചെറിയ ദുഃഖം പോലും താങ്ങാൻ കഴിവുള്ളവരല്ലാത്തതിനാൽ കോപതാപാദികൾ കൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് മന്ത്രതന്ത്രാദി കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയും വേദനയ്ക്കിടവരികയും ചെയ്യുന്ന അനുഭവവിശേഷമാണ്. ഈ ഒരു മകരമാസം മുതൽ ചിത്രനക്ഷത്രക്കാരിൽ നല്ല അനുഭവങ്ങൾ അനുഭവവാദ്യമായി വരികയാണ്. ഇവർ ദുർഗാദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകളായ രക്തപുഷ്പാഞ്ജലി, ശത്രുസംഹാര മന്ത്ര അർച്ചന, അതുപോലെ തന്നെ കടുംബായുസം, ഉടയാട ചാർത്ത് എന്നിവ ദേവീക്ഷേത്രത്തിൽ നടത്തണം. അത്തം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗുണമായിട്ടുള്ളത് ലഘു ഗണപതി ഹോമം, പ്രത്യേകിച്ചും ചെറുകറുക നെയ്യിൽ മുക്കി ഗായത്രി മന്ത്രം 108 ഉരുവും, അതുപോലെ തന്നെ മുക്കുറ്റി തേനിൽ മുക്കി ഗായത്രി മന്ത്രം 108 ഉരുവും ആവർത്തിച്ച് ജപിച്ചു കഴിയുമ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ക്ഷിപ്രപ്രസാദം പോലെ കാര്യപരിസ്ഥിതിയായി വരുന്നതുമാണ് എന്നറിയിക്കട്ടെ.